നമസ്കാരം. ലൈംഗിക അതിക്രമ കേസിൽ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ വെറുതെ വിട്ട ഡൽഹി കോടതി വിധിക്കെതിരെ ശക്തമായ വിയോജിപ്പുമായി ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ട്. വിധിയിൽ നിരാശയുണ്ടെങ്കിലും തങ്ങൾ പോരാട്ടം ഉപേക്ഷിക്കില്ലെന്നും വിധിക്കെതിരെ എത്രയും വേഗം മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും വിനീഷ് അറിയിച്ചു. ഇന്ത്യൻ കായിക രംഗത്തെ വലിയ രീതിയിൽ ഉലച്ച നിയമ പോരാട്ടങ്ങളിലൊന്നിനാണ് ഡൽഹി കോടതിയുടെ ഉത്തരവോടെ താൽക്കാലം തിരശ്ശേരി വേണ്ടിയിരിക്കുന്നത്. 2023 രാജ്യത്തെ മുൻനിര ഗുസ്തി താരങ്ങൾ ആരംഭിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിധി വരുന്നത്. വിധി പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് വിനേഷ് ഫോഗട്ട് തന്റെ പ്രതികരണം അറിയിച്ചത്. ഭരണകൂടവും കേസ് അന്വേഷിച്ച സംവിധാനങ്ങളും തുടക്കം മുതൽക്കേ ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് വിനേഷ് കുറ്റപ്പെടുത്തി. ഭരണകക്ഷിയിലെ പ്രബലനായ ഒരു നേതാവിനെതിരെ തെരുവിലിറങ്ങാനും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിക്കാനും ഞങ്ങൾക്ക് വലിയ ധൈര്യം വേണ്ടി വന്നു. തന്റെ രാഷ്ട്രീയ സ്വാധീനവും കായിക ബലവും ഉപയോഗിച്ച് നിരവധി വനിതാ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി പരാതികൾ പിൻവലിപ്പിക്കാൻ ബ്രിജ് ഭൂഷൺ ശ്രമിച്ചു. എങ്കിലും പല വനിതാ ഗുസ്തി താരങ്ങളും ഭയക്കാതെ ഉറച്ചു നിൽക്കുകയും കോടതിയിൽ പോരാട്ടം തുടരുകയും ചെയ്തു. എന്നാൽ ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ ബ്രിജ് ഭൂഷൺ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിക്ക് സാധിക്കാതെ പോയതിൽ തങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. വിധിക്കെതിരെ അപ്പീൽ നൽകാൻ അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. 2023 പ്രതിഷേധങ്ങളിൽ വിനേഷിനൊപ്പം മുന്നിൽ നിന്നിരുന്ന പ്രമുഖ ഗുസ്തി താരം ബജ്രംഗ് പുനിയയും ഈ പ്രസ്താവന പങ്കുവച്ചുകൊണ്ട് കോടതി വിധിയോടുള്ള പ്രതിഷേധം വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ 6 വനിതാ താരങ്ങളിൽ ഒരാൾ താനാണെന്ന് വിനേഷ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. വിചാരണ ഘട്ടത്തിൽ അതിജീവിച്ചവരുടെ വ്യക്തിത്വം സംരക്ഷിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് പേര് വെളിപ്പെടുത്താതിരുന്നതെന്നും അവർ വ്യക്തമാക്കി. കോടതി വിധി തിരിച്ചടിയായെങ്കിലും ഉയർന്ന കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് താരങ്ങൾ. അപ്പീൽ ഹർജി നൽകുന്നതിനുള്ള നടപടികൾ അഭിഭാഷകർ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് രംഗത്ത് വന്നു. താൻ ആദ്യഘട്ടം മുതൽ ആവർത്തിച്ചിരുന്ന നിരപരാധിത്വം കോടതി അംഗീകരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ചുമത്തപ്പെട്ട ആരോപണങ്ങൾ സത്യമാണെങ്കിൽ തൂങ്ങി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇന്ന് എന്നെ വെറുതെ വിട്ടതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്കും എന്നെ പിന്തുണച്ചവർക്കും ഇതേറെ സന്തോഷം നൽകുന്ന വാർത്തയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2023 തുടക്കത്തിലാണ് വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ എന്നിവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഗുസ്തി താരങ്ങൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. WFI അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബ്രിജ് ഭൂഷണെ നീക്കണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നതുമായിരുന്നു താരങ്ങളുടെ പ്രധാന ആവശ്യം. തെരുവിലിറങ്ങിയുള്ള ഈ പ്രക്ഷോഭം രാജ്യത്തുടനീളം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. താരങ്ങൾ ഇപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതോടെ ഇന്ത്യൻ കായിക ലോകം കണ്ട ഏറ്റവും വലിയ നിയമ പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. 1 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് കേസിൽ വിധി വന്നിരിക്കുന്നത്. കേസിലെ കൂട്ടുപ്രതിയും WFI മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ വിനോദ് തോമറിനെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ നടന്നത്. ഗുസ്തി താരങ്ങളുടെ പരാതിയെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, ക്രിമിനൽ ഭീഷണി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. പ്രായപൂർത്തിയാകാത്ത ഗുസ്തി താരത്തിന്റെ പരാതിയിൽ പോക്സോ കേസ് എടുത്തിരുന്നെങ്കിലും പരാതിക്കാരി പിന്നീട് കേസ് പിൻവലിച്ചു. 2016 2019 ഇടയിൽ WFI ഓഫീസിലും ബ്രിജ് ഭൂഷന്റെ ഔദ്യോഗിക വസതിയിലും വിദേശയാത്രകൾക്കിടയിലും വെച്ച് ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായിട്ടാണ് പരാതിയിൽ ആരോപിച്ചിരുന്നത്. വനിതാ ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് റെബേക്ക ജോൺ ഹാജരായപ്പോൾ ബ്രിജ് ഭൂഷൺ സിംഗിന് വേണ്ടി അഡ്വക്കേറ്റ് രാജീവ് മോഹനും ഹാജരായി.